കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു കേട്ടോ. ഇന്നിപ്പോൾ ഗുരുവായൂരപ്പനെ ശുദ്ധിയും ചടങ്ങുകളൊക്കെ ആയിരുന്നു. കലശമായിരുന്നു, 25 കലശമൊക്കെ ആയിരുന്നു. അത് കാരണം ഗുരുവായൂരപ്പന് നല്ല എന്താ പറയുക, തേജസ് കൂടി കൂടി വന്നതാണ്. മാസാമാസം ശുദ്ധി ചടങ്ങുകളുണ്ടാവും. അതിൻ്റെ ഒരു പരിണത ഫലമായിട്ട് ഏറ്റവും കൂടുതൽ ശക്തി ഭാവത്തോട് കൂടിയിട്ടാണ് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ഒരു ദർശനം, ശുദ്ധി ചടങ്ങൊക്കെ കഴിഞ്ഞ് ഒരു ദർശനം കിട്ടിയാൽ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കുന്നതാണ്. അത്രയ്ക്കും കാരണം നമ്മളെ ഈ സങ്കടങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ അദ്ദേഹത്തിന് ഒരു വിഷമമൊക്കെ വരുന്ന സമയത്ത് അതൊക്കെ മാറ്റം വരുത്താനായിട്ടാണ് താന്ത്രിക ചടങ്ങുകൾ മുഴുവൻ വരിക. അപ്പോൾ അതിലുള്ള ഉൾപ്പെട്ടതാണ് ഗുരുവായൂരപ്പൻ്റെ ശുദ്ധി. ആ ശുദ്ധി ചടങ്ങുകളാണ് ഇന്ന് നടന്നത്. നമുക്ക് എന്തായാലും ദർശനത്തിനായിട്ട് പോവാം. ആദ്യം തന്നെ നമ്മൾ ആ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിൻ്റെ അവിടെ വന്ന് മഞ്ജുളാദേവീനെ ഒന്ന് പ്രാർത്ഥിക്കാം. അങ്ങേരുടെ ശില്പം, വെങ്കല ശില്പം ഒന്ന് കണ്ട് തൊഴുത് നമുക്കങ്ങനെ വരാം. അങ്ങനെ വരുമ്പോൾ നേരെ വരുന്നത് ആ ഒരു അത്തിവര ഗണപതിയെ കാണാനായിട്ട് വരികയാണ്. അത്തിവര ഗണപതിയെ വന്ന് കണ്ട് തൊഴുക. ദർശനത്തിനുള്ള വിഘ്നങ്ങളൊക്കെ മാറ്റിത്തരാനായിട്ട് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞ് ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് പ്രവേശിക്കാം. അങ്ങനെ പ്രവേശിക്കുമ്പോൾ ഇന്നും നല്ല തിരക്ക് തന്നെയാണ്. തിരക്കിന് ഒരു അന്ത്യവും ഇല്ല. നല്ല തിരക്ക് തന്നെയാണ്. വൈശാഖ മാസം അവസാനിക്കാറായി, അതുപോലെ വെക്കേഷൻ അവസാനിക്കാറായി. എന്നാലും ആ തിരക്ക് കൂടിക്കൂടി വരികയാണ്. ഇപ്പോൾ ജൂൺ മാസമൊക്കെ ആയാൽ കുറച്ച് കുറയും. അതേവരെ തിരക്ക് തന്നെ കേട്ടോ. അങ്ങനെ നമ്മൾ ആ വാതിൽപ്പടി കയറുകയാണ്. വാതിൽപ്പടി കയറുമ്പോൾ അകത്തേക്ക് ഇങ്ങനെ നോക്കി ആ മേൽപ്പത്തൂരിനെ ഒന്ന്, ഇടത്തെ ഭാഗത്തേക്ക് നോക്കി മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിച്ചു. അത് കഴിഞ്ഞ് വലതുവശത്തുള്ള തൂണ് നോക്കിയിട്ടൊന്ന് സ്മരിച്ചു. നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണല്ലേ, ഒന്ന് നോക്കി തൊഴുതു. പിന്നീട് നമ്മൾ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുക. ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ പൊന്നുണ്ണിയുടെ കാൽപാദങ്ങൾ ഇങ്ങനെ കാല് പിണച്ച് വെച്ച് കാണാനുണ്ട്. കാൽവളകൾ അണിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നോക്കി വരുമ്പോൾ പട്ടുകോണൊക്കെ ഞെട്ടിയിട്ടുണ്ട്. അരമണി കിങ്ങിണിയൊക്കെ ചാർത്തിയിട്ടുണ്ട്. നല്ല ചെറിയൊരു ഉണ്ണിക്കണ്ണനാട്ടോ. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കി വരുമ്പോൾ ഒരു മാങ്ങാമാല ചാർത്തിയിട്ടുണ്ട്. ഒരു വളയം പോലത്തെ മാല ചാർത്തിയിട്ടുണ്ട് പൊന്നിൻ്റെ. അതേപോലെ ഒരു നെക്ലസ്സും ഉണ്ട്, പതക്കം പോലത്തെ. അങ്ങനെ 3 മാലകളുണ്ട്. പിന്നെ കൈവളകൾ കാണാനുണ്ട്. 2 കൈ കൊണ്ടും ഇങ്ങനെ ആ പൊന്നോടക്കുഴൽ ഇങ്ങനെ കാണാനുണ്ട്. പൊന്നോടക്കുഴൽ പിടിച്ച് ചുണ്ടിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചെണ്ണ ഞാനിപ്പോൾ വായിച്ചു തരാം, ഞാനിപ്പോൾ പാടിത്തരാം എന്ന് പറയുന്ന ആ ഒരു മട്ടിലാണ് നിൽക്കുന്നത്. എല്ലാവരും നോക്കി പുഞ്ചിരിച്ചു കൊണ്ടാണ് ഞാനിപ്പോൾ പാടിത്തരാട്ടോ അമ്മേന്നേ, അമ്മോട് പറയണ പോലെ, യശോദ അമ്മോട് പറയണ പോലെ, ഞാൻ ഇപ്പോൾ പാടിത്തരാം അമ്മേ എന്ന് പറയണ പോലെ നമ്മളോട് പറയുക. ഞാനിപ്പോൾ പാടിത്തരാട്ടോ ഭക്തരെ എല്ലാവരും, ഉണ്ണിയോളെ ഞാൻ പാടിത്തരാട്ടോ, നിങ്ങളാരും വിഷമിക്കണ്ട, നിങ്ങളെല്ലാ വിഷമവും ഞാൻ മാറ്റിത്തരാം, ഈ മായക്കാഴ്ചയിൽ എല്ലാവരും കണ്ടോളൂ എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു കാഴ്ച. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു കാഴ്ചയാണ്. എല്ലാവരെയും രസിപ്പിച്ചുകൊണ്ടുള്ള ആ ഒരു കൗതുകകരമായ ഒരു നോട്ടാണ്. കുസൃതി നിറഞ്ഞൊരു നോട്ടാണെന്ന് ഇപ്പോൾ ശ്രീലകത്ത് ഇങ്ങനെ കാണുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച. അങ്ങനെ നോക്കുമ്പോൾ തിരുമുടിമാല, പീലി തിരുമുടി കെട്ടിയിട്ടുണ്ട്. പീലി കളവം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. തിരുമുടിമാല 2 ഉണ്ട്. വെളുത്ത പൂവിനാണ് ഏറ്റവും പ്രസക്തി. വെളുത്ത പൂവും തുളസിയായിട്ടുള്ളതും, വെളുത്ത പൂവും തെച്ചിയായിട്ടുള്ളതും. അതുപോലെ ഉണ്ടമാലകൾ 2 ഉണ്ട്. ഉണ്ടമാലയും ഉണ്ട്. വെളുത്ത പൂവിനാണ്. വെളുത്ത പൂവും തുളസിയും തെച്ചിയായിട്ടുള്ള ഒരെണ്ണം, വെളുത്ത പൂവും തുളസിയായിട്ടുള്ള ഒരെണ്ണം. പിന്നെ അതേമാതിരി വിധാനമായിട്ട് ചാർത്തിയിട്ടുണ്ട്. 4 തുളസിമാലകളാണ് മേലെ ഇങ്ങനെ. ഏറ്റവും പ്രിയപ്പെട്ട കണ്ണൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട തുളസി 4 മാലകൾ ചാർത്തിയിട്ടുണ്ട്. പിന്നെ താമരയും തെച്ചിയായിട്ടുള്ള ഒരെണ്ണം. അങ്ങനെ 4-5 മാലകൾ ചാർത്തിയിട്ടുണ്ട്. ആ കൈവളകൾ കാണാനുണ്ട്. തോൾവളകൾ, കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. നല്ല രസമായിട്ടുള്ളൊരു അലങ്കാരം കേട്ടോ. എല്ലാവരെയും എന്നാൽ ശുദ്ധി ചടങ്ങ് കൂടി കഴിഞ്ഞ് നോക്കുമ്പോഴേ വളരെ ഊർജ്ജസ്വലതയോടെയാണ് ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട്. ഇന്ന് കാണുന്ന ആളുകൾക്കൊക്കെ വളരെ അധികം അഭീഷ്ടസിദ്ധി ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ്. അത്രയ്ക്കും മനോഹരമായൊരു കാഴ്ച. അപ്പോൾ എല്ലാവരും ആ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ഗുരുവായൂരപ്പൻ്റെ സോപാനപ്പടിയിൽ നിന്ന് കാണുകയാണ് എന്നങ്ങോട്ട് മനസ്സിൽ വിചാരിക്കുക. അങ്ങനെ കണ്ടോളൂ. അങ്ങനെ തൊഴുത് നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. സോപാനപ്പടിയിൽ നിന്ന് തിരിച്ചിറങ്ങിയിട്ട് ആദ്യം തന്നെ കാണുന്ന കല്ല്, ബലിക്കല്ല് നോക്കിയിട്ട് അഗ്നികോണിലത്തെ കല്ല് നോക്കി തൊഴുക. പിന്നെ നേരെ തിടപ്പള്ളി നോക്കിയിട്ട് തിടപ്പള്ളിയിൽ
ഭഗവാന് ഉഷപൂജ അലങ്കാരം ചെയ്യണതും, അതായത് ഗണപതി ഹോമം നടത്തുന്നതൊക്കെയായ നേദ്യം തയ്യാറാക്കുന്നതുമായ തിടപ്പള്ളി നോക്കി തൊഴുക. പിന്നീട് തിരിച്ചു വരുമ്പോൾ ചുവരിലേക്ക് നോക്കിയാൽ ആലിലക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നീട് സപ്തമാതാക്കളെ കണ്ട് തൊഴുത് വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് വരിക. വിഘ്നേശ്വരൻ്റെ അടുത്ത് വന്ന് വിഘ്നേശ്വരനെ കണ്ട് തൊഴുക. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞാൽ സരസ്വതി ദേവീനെ കണ്ട് തൊഴുക. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ കണ്ട് തൊഴുത് ആ കോർണറിലെത്തിയാൽ ചെറിയ ഗണപതിനെ കണ്ട് തൊഴാം. അങ്ങനെ കണ്ട് തൊഴുതിട്ട് നേരെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴാം. പിന്നെ മേൽശാന്തിയുടെ അവിടെ നിന്ന് അർച്ചന പ്രസാദം വാങ്ങാം. ഇന്നത്തെ ഉച്ചപൂജയൊക്കെ ഉണ്ടായിരുന്നത്, കലശമൊക്കെ ഉണ്ടായിരുന്നത് തന്ത്രിയും മേൽശാന്തിയും കൂടിയാണ്. അപ്പം അങ്ങനെ പ്രസാദമൊക്കെ വാങ്ങിയിട്ട് നേരെ അവിടുന്ന് വാമന രൂപം കാണാം, അതേപോലെ ഗജേന്ദ്രമോക്ഷം കാണാം. അങ്ങനെ കണ്ട് തൊഴുത് നേരെ ഗരുഡാരൂഢരായിരിക്കുന്ന മഹാവിഷ്ണുവിനെ കണ്ട് തൊഴാം. പിന്നീട് നമ്മൾ അനന്ത പത്മനാഭനെ കണ്ട് തൊഴാം. അനന്ത പത്മനാഭൻ്റെ അവിടെ ചെന്നിട്ട് ശായിയായി കിടക്കുന്ന അനന്ത പത്മനാഭനെ കാണാം. അങ്ങനെ കണ്ട് തൊഴാം. അതിനുശേഷം നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരം കഴിഞ്ഞ് നേരെ വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കാണാം. അതൊക്കെ കണ്ട് തൊഴാം. അങ്ങനെ ആ കണ്ണൻ്റെ അടുത്ത് വരുമ്പോൾ നല്ലൊരു തുളസിമാല, വലിയ തുളസിമാല ചാർത്തിയിട്ടുണ്ട് കണ്ണന്. അത് കണ്ട് തൊഴാം. അങ്ങനെ മുരുകൻ്റെ അവിടെ ധാരാളം ഭസ്മം കൊണ്ട് അഭിഷേകം നടത്തിയിരിക്കുക. അപ്പോൾ അങ്ങോട്ട് കിടക്കാനൊന്നും പറ്റില്ല, അവിടെ അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാലും ദൂരെ നിന്ന് നോക്കി കാണാം. പിന്നീട് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് നിന്നിപ്പോൾ കുറച്ച് കുങ്കുമം ധാരാളമുണ്ട്, വേറെ മാലകളൊന്നുമില്ല. എന്നാലും നമുക്ക് തൊഴാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുത് പ്രാർത്ഥിച്ച് രാധാകൃഷ്ണ വിഗ്രഹമൊക്കെ കണ്ട് തൊഴുത്, ഇന്നലത്തെ അലങ്കാരം രാധാകൃഷ്ണനായിരുന്നല്ലോ, അപ്പോൾ ആ കണ്ട ആ ഒരു കാഴ്ചയൊക്കെ മനസ്സിലുണ്ടേ. അങ്ങനെ കണ്ട് തൊഴുത് നമ്മൾ നേരെ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കുക. ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിച്ച് നേരെ ചുമരിലുള്ള താമരക്കണ്ണനെ കണ്ട് തൊഴാം. ആദ്യത്തെ താമരക്കണ്ണൻ്റെ സ്ഥാനചലനം മാറിയിട്ടുള്ള താമരക്കണ്ണനെ കണ്ട് തൊഴുക. പിന്നീട് നമ്മൾ വേറെ കിഴക്കേ ഭാഗത്തേക്ക് വരുമ്പോൾ ഗ്രില്ല് കാണാം. ഗ്രില്ലിൻ്റെ അവിടെ വന്നിട്ട് ഇന്നത്തെ കുറച്ച് ബുദ്ധിമുട്ടാവുന്നുണ്ട് കേട്ടോ, എല്ലാവരും ക്ഷമിക്കുക. സൗണ്ട് കുറച്ച് വ്യത്യാസം വരുന്നു, അതുകൊണ്ടാണ്. ഗ്രില്ലിൻ്റെ അവിടെ വന്നിട്ട് നേരെ നമ്മളെ നൃത്ത അറയിലേക്ക് നോക്കുക. നൃത്ത അറയിൽ നോക്കിയിട്ട് കിടാവിളക്ക് കാണുന്നു, അത് കണ്ട് തൊഴുക. അതേപോലെ കിണർ കാണാം, മണിക്കിണർ കണ്ട് തൊഴുക. അത് കഴിഞ്ഞാൽ നേരെ കുറൂരമ്മേനെ കണ്ട് തൊഴുത് നേരെ വടക്കേ നടയിലൂടെ പുറത്തേക്ക് വരിക. വടക്കേ നടയിലൂടെ പുറത്തേക്ക് വന്നിട്ട് പ്രസാദ കൗണ്ടറിൽ നിന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. അങ്ങനെ അവിടുന്ന് അതൊക്കെ തൊട്ട് എടത്തരികത്തുകാവിലെ ഭഗവതീനെ കാണാനായിട്ട് പോവാം. ഭഗവതിയുടെ അവിടെ വന്നാൽ നല്ല രസമായിട്ടുള്ള അലങ്കാരമായിട്ടാണ് നിൽക്കുന്നത്. വളരെ അതിസുന്ദരിയായിട്ടാണ്, വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച. അപ്പോൾ ദേവീനെ കണ്ടു തൊഴുക. നല്ല വലിയ 2 നെക്ലസ് പോലത്തെ കാശുമാലയും ഒരു നെക്ലസ് പോലത്തെ മാലയും ഒക്കെ അണിഞ്ഞിട്ടുണ്ട്. പട്ട് ഇങ്ങനെ ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. നല്ല തുളസിമാല, വലിയ തെച്ചിമാല കൊടുത്തിട്ടുണ്ട്. നിറയെ തെച്ചിപ്പൂക്കൾ കൊണ്ടുള്ളൊരു മാല, അതൊക്കെ അലങ്കരിച്ചിട്ടാണ് ആ ചുവന്ന പട്ടും തെച്ചിമാലയും ഒക്കെ പാടങ്ങനെ അണിഞ്ഞ് ഭഗവതി അതീവ സുന്ദരിയായിട്ട് ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് കാത്തിരിക്കുക. അപ്പോൾ നമുക്കങ്ങോട്ട് ചെല്ലേ വേണ്ടു, അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുക.
സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ കണ്ട് തൊഴുത് കുറച്ചങ്ങോട്ട് പോരുമ്പോൾ കോർണറിലെത്തിയാൽ മമ്മിയൂരപ്പനെ ഒന്ന് തിരിഞ്ഞു നോക്കി പ്രാർത്ഥിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ഉരുവിടുക. എന്നിട്ട് മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയ ആ ഒരു പ്രതീതി നമ്മളിലേക്ക് എത്തും, ആ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അങ്ങനെ വരുമ്പോൾ ആ കൊടിമരം കാണാം, ആൾ രൂപ വഴിപാട് നടത്തുന്ന സ്ഥലം കാണാം, കുന്നിക്കുരു വാരുന്ന സ്ഥലം കാണാം, അതൊക്കെ തുലാഭാരം കാണാം. വരുമ്പോൾ നേരെ ആ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് ഒരിക്കൽ കൂടി ശ്രീലകത്തേക്ക് നോക്കിയാൽ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനെ ആ ഓടക്കുഴലൂതാൻ വേണുഗാനം പൊഴിക്കാൻ നിൽക്കുന്ന ആ ഭക്തരെ ആ മായാ ലഹരിയിലേക്ക് ആറാടിക്കാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന പൊന്നുണ്ണിയെ ഒരിക്കൽ കൂടി കാണാം. അങ്ങനെ കണ്ട് നമിച്ച് നമ്മൾ നേരെ കൂത്തുമാടത്തിൻ്റെ അവിടേക്ക് എത്താം. അവിടെ ഒന്ന് തൊഴാം. പിന്നെ അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരാം. അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്നാൽ അവിടെ നല്ല മനോഹരമായിട്ട് ആ വെളുത്ത പട്ടൊക്കെ ഇങ്ങനെ ഞൊറിഞ്ഞെടുത്ത് നിറയെ ചന്ദന ചർച്ചിതമായിട്ടുള്ള മുഖത്തോട് കൂടിയിട്ടാണ് ആ കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല രസമായിട്ടുള്ള അലങ്കാരത്തിലാണ് അയ്യപ്പസ്വാമി കാത്തിരിക്കുന്നത് ഭക്തരെ അനുഗ്രഹിക്കാനായിട്ടേ. അപ്പോൾ പ്രാർത്ഥിക്കുക. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അവിടെ ഒന്ന് പ്രാർത്ഥിച്ച് ഒന്ന് പ്രദക്ഷിണമായിട്ട് പടിഞ്ഞാറ നടയിലേക്ക് വരുമ്പോൾ ആ ദീപസ്തംഭത്തിലെ വേണുഗോപാലിനെയും കാണാം. ഇന്നിപ്പോൾ ഉള്ളിലും പുറത്തും വേണുഗോപാല സ്വരൂപം. അത് കഴിഞ്ഞാൽ കുറച്ച് പുറകിലോട്ട് ഇറങ്ങി നിന്നാൽ ആ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴാം. അങ്ങനെ നമ്മൾ വീണ്ടും പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇനി നമ്മളുടെ ഉദ്ദേശം കുളം ചുറ്റണം എന്നാണ്, രുദ്രതീർത്ഥക്കുളം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തയ്യാറെടുത്ത് നമ്മളിങ്ങനെ നടക്കുക. അങ്ങനെ നടക്കുമ്പോൾ അന്നലക്ഷ്മി ഹാളിൽ ധാരാളം ആളുകൾ ഭക്തർ പ്രസാദ ഊട്ടിനായിട്ട് കാത്തു നിൽക്കണം. ഒരുപാട് പേരുണ്ട്, നല്ല ഒരുപാട് തിരക്കാണ്. അങ്ങനെ വരുമ്പോൾ ഫസ്റ്റ് എത്തുമ്പോൾ തന്നെ നാരായണാലയം കാണുന്നു. അവിടെ പോയിട്ട് ആ വിഗ്രഹം ഒന്ന് കണ്ട് തൊഴുതു. അപ്പോൾ ആ പൂന്താനം പൂജിച്ച വിഗ്രഹം കാണാം, അതൊന്ന് കണ്ട് തൊഴുക. അങ്ങനെ വരുമ്പോൾ കലുങ്ക് ഇങ്ങനെ കാണാം. ആ കലുങ്കൊക്കെ കണ്ട് തൊഴുത് നേരെ ഭഗവതി നടയിൽ കൂടെ അങ്ങനെ വരുമ്പോൾ കിഴക്കേ നടയിലേക്ക് വരാം. അവിടെ നിന്ന് കൊടിമരത്തിൻ്റെ ദീപസ്തംഭത്തിൻ്റെ അവിടെ നിന്ന് ഒരിക്കൽ കൂടി ഭഗവാനെ കാണാം. വളരെ ചെറുതല്ലാത്ത രീതിയിൽ തന്നെ കാണാൻ കഴിയും. നല്ല ആളുകൾ തിരക്കുണ്ടെങ്കിൽ, തിരക്ക് എന്ന് പറഞ്ഞാൽ നീളത്തിലുള്ള ആളുകൾ മുന്നിലുണ്ടെങ്കിൽ നമുക്ക് കാണാൻ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ കാണാൻ സുഖമായിട്ട് കാണാം. അങ്ങനെ കണ്ട് തൊഴുത് നമ്മൾ തെക്കേ നടയിലുള്ള കൂവള വൃക്ഷത്തിൻ്റെ കൂവളരാജനെ ഒന്ന് കാണാനായിട്ട് പോവാം. അങ്ങനെ പോയി വരുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ നല്ല ആ മുകളിലേക്ക് നോക്കിയാൽ നല്ല രസമാണ്. തളിരിട്ട കൂവളത്തിലേകൾ ഇങ്ങനെ കാണാം. ആ മഹാദേവൻ അതിലിങ്ങനെ മഹാദേവൻ്റെ അദൃശ്യ ശക്തി അവിടെ ഉണ്ട് എന്ന് നമുക്കിങ്ങനെ തോന്നും. താഴത്ത് നോക്കിയാലോ ആ ദീപാലങ്കാരം ചെയ്ത ദീപങ്ങളെ അങ്ങനെ കാണാം, ചരാതുകൾ. അപ്പോൾ ഒന്ന് പ്രദക്ഷിണമായിട്ട് മഹാദേവനെയും പാർവതീ ദേവീനെയൊക്കെ മനസ്സിൽ ധ്യാനിച്ച് പ്രദക്ഷിണം ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളപാലങ്കാരമൊക്കെ കഴിഞ്ഞു, കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം.